നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ നമ്മുടെ മുടി ചെയ്യരുത്, കാരണം നമ്മുടെ മുടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുടി ഇങ്ങനെ ചെയ്യാതിട്ടേക്കുന്നത്. അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്, അതായത് ഞങ്ങളുടെ വല്യമ്മയുടെ വീട് വരെ പോവാണ്. സ്ഥലം വരുന്നത് ഇരവിപേരൂരാണ്, ഇരവേരി എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് പോയത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ 2-3-4 വർഷമെങ്കിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു 11:30 ആയപ്പോഴും ഞങ്ങൾ വീടെത്താറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ പ്രിയപ്പെട്ടവരെയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഇവരെല്ലാം തന്നെ ഞാൻ കുഞ്ഞിലെ കണ്ടതാണ്. അങ്ങനെ പിന്നെ കുറേ നാളായില്ലേ, അപ്പോൾ ഇവർക്കൊന്നും എന്നെ പരിചയം കാണില്ല. അങ്ങനെ നേരെ അവരുടെ അടുത്ത് ചെന്നു. പിന്നെ എല്ലാവരോട്ടും പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഏജിൽ ഞാനിവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ എല്ലാം എവിടെയോ ആണ്. അപ്പോൾ ഇവരെല്ലാവരും ഫുട്ബോളിൻ്റെ ഭയങ്കര ഫാൻസാണ്. അതുപോലെ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെ ഭയങ്കര മാഡ് ഫാനാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അനിയന്മാർ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ട് കാണിക്കുന്നത് തന്നെ കൊണ്ടുപോകണേ. അപ്പോൾ അവിടേക്കാണ് ഈ യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഓരോരോ മൊമെൻറ്റുകളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യണേ. നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും നല്ല കുറച്ച് മൊമെൻറ്റുകളാണ്. കാരണം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം നേരത്തെ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഗ്രൗണ്ട് ഞാൻ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ലതാണ്. ഒരു ഫുള്ളി വൈബാണ് ഗൈസ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്ഥലം ഞാനിവിടെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലം കാണുന്നത്. ഈ ഒരു സ്ഥലം മൊത്തത്തിൽ കണ്ട് ഭയങ്കര മനോഹരമാണ് കേട്ടോ. കാരണം ഇതിനപ്പുറത്തൊരു കനാൽ ഒഴുകുന്നുണ്ട് ഗൈസ്. കാരണം അവിടെ ഇപ്പം വെള്ളം കുറവാണ്, വെള്ളം ഇല്ല, കുറച്ചേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നട്ടുച്ച സമയമാണ്. അങ്ങനെ നല്ല വെയിലാണ് ഗൈസ്. അങ്ങനെ പിന്നെ അനിയന്മാരെയൊക്കെ കൂട്ടി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 1 മണിക്ക് ആറപ്പോഴേക്കും ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയതിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ട് പോയിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ വരാം, പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല കുറേ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഈ സന്തോഷം ഒരിക്കലും നമ്മളെ തേടി എത്തില്ല. അപ്പോൾ അതുള്ളിടം നമ്മൾ കണ്ടെത്തി പോകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ, ബൈ.